ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കൃപയുള്ളവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 പത്രോസ് 1 അധ്യായം 2 വാക്യം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. കൂടാതെ ഭാര്യയ്ക്കും ഭർത്താവിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവൻ്റെ സ്വഭാവവും പെരുമാറ്റങ്ങളും ഭാര്യ അറിഞ്ഞിരിക്കണം. പരസ്പരം സ്നേഹിക്കുന്ന രീതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് അവർ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾ ക്രിസ്തുവിനോട് അടുക്കുകയും അവൻ്റെ കൃപയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും വേണം. അവൻ്റെ കാൽവരി സ്നേഹത്തെക്കുറിച്ച്, അവൻ്റെ കരുണയെക്കുറിച്ച്, അവൻ്റെ ദയയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുവിനെയും കുറിച്ചുള്ള അറിവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കും. മോശയ്ക്കും ഇസ്രായേലിനും കർത്താവ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ കൃപയുള്ളവനായി തന്നെ വെളിപ്പെടുത്തി. കർത്താവ് ഇസ്രായേൽ ജനതയെ 40 വർഷം നയിച്ചപ്പോൾ ദൂതന്മാരുടെ ഭക്ഷണമായ മന്ന അവർക്ക് നൽകി. അവർ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കി. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവൻ അവരുടെ മുൻപിൽ നടന്നു. അവരുടെ വസ്ത്രങ്ങൾ പഴകിയില്ല, അവരുടെ ചെരുപ്പുകൾ തേഞ്ഞു പോയിട്ടുമില്ല. അവരാരും ഇസ്രായേൽ മുഴുവനും ദുർബലമായിരുന്നില്ല. കാട്ടുമൃഗത്തിൻ്റേത് പോലുള്ള ശക്തി കർത്താവ് അവർക്ക് നൽകി. ദൈവം തൻ്റെ കൃപയിൽ മാറ്റമില്ലാത്തവനാണ്. കൃപ എന്നത് അർഹതയില്ലാത്ത ഒരാളോടുള്ള ദയയാണ്. കഠിനഹൃദയന്മാർക്കും ക്രൂരന്മാർക്കും കള്ളന്മാർക്കും പോലും അവൻ തൻ്റെ കൃപ ചൊരിയുന്നു. അവർക്ക് മാനസാന്തരപ്പെടാൻ അവൻ അവസരങ്ങൾ നൽകുന്നു. 136 സങ്കീർത്തനത്തിലെ എല്ലാ വാക്യങ്ങളിലും ദാവീദ് എഴുതി, അവൻ്റെ കൃപ എന്നേക്കുമുള്ളത് എന്ന്. തിരുവെഴുത്തുകൾ പറയുന്നു, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപയ്ക്കുള്ള കൃപയും ലഭിച്ചു എന്ന്. ന്യായപ്രമാണം മോശയിലൂടെ നൽകപ്പെട്ടു, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തുവിലൂടെ വന്നു എന്ന് യോഹന്നാൻ 1 അധ്യായം 16-17 വാക്യങ്ങളിൽ കാണുന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ കർത്താവിൻ്റെ ഒരു മുതിർന്ന ദാസനോട് ഞാൻ ചോദിച്ചു, സാർ, അവസാനം വരെ കർത്താവിൽ വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വസ്തയോടെയും പൂർണ്ണ ഹൃദയത്തോടെയും അവനെ സേവിക്കുക എന്നത് എൻ്റെ ആഗ്രഹമാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന്? മറുപടിയായി അദ്ദേഹം പറഞ്ഞു, സഹോദര, എപ്പോഴും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ മുൻപാകെയും ജനങ്ങളുടെ മുൻപാകെയും സ്വയം താഴ്ത്തുമ്പോൾ കർത്താവ് കൃപയുടെ മേൽ കൃപ നൽകും. ആ കൃപയിൽ നിങ്ങൾക്ക് വിജയത്തോടെ നിങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. ദൈവത്തിൻ്റെ കൃപ ഒരു നദി പോലെയാണ്. നദി എപ്പോഴും താഴ്ന്ന ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. അത് ഒരിക്കലും കയറ്റമോ പാറയുടെ മുകളിലൂടെയോ പോകാൻ ശ്രമിക്കുന്നില്ല. ദൈവമക്കളെ, കർത്താവ് അഹങ്കാരികളെ എതിർക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വിലാപങ്ങൾ 3 അധ്യായം 22-23 വാക്യങ്ങൾ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 19-20 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 13 അധ്യായം 21 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.